ശരിക്കും പറയാം വൈത്തിരി ഒരു ടൂറിസം ക്യാപിറ്റലാണ് അല്ലേ? വയനാടിന്റെ ഒരു ടൂറിസം ക്യാപിറ്റൽ എന്ന് വേണമെങ്കിൽ വൈത്തിരി വൈത്തിരി ഉണ്ടാവുന്നത് ലക്കിടി കഴിഞ്ഞാൽ ആദ്യത്തെ വൈത്തിരിയാണ്. അതാണ് ലക്കിടി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വഴിത്തിരി ഉണ്ടാവുന്നത് വൈത്തിരിയിലാണ് എന്നുള്ളതാണ്. ധാരാളം ആളുകൾ നമ്മളെ കാത്ത് ഇവിടെ നിൽപ്പുണ്ട്. പ്രേക്ഷകർക്ക് കാണാം, ഒരു വലിയ ആൾക്കൂട്ടത്തിന് നമുക്കൊപ്പം ഉണ്ട്. നമുക്ക് അവരുടെ ഇറങ്ങി ഒന്ന് ഇന്ററാക്ട് ചെയ്ത് പോകാം അല്ലേ? ജസ്റ്റ് ഒന്ന് അവരോട് സംസാരിച്ചിട്ട് പോകാം. ഇവിടെയുള്ള മനുഷ്യർക്ക് ഈ മേഖലയെക്കുറിച്ച്, ടൂറിസം മേഖലയെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. നമുക്കൊന്ന് കേട്ടിട്ട് പോകാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഉഷാറല്ലേ? ഉഷാറാണ്. ഓട്ടോയൊക്കെ വളരെ മോശമാണ്. വളരെ മോശമാണ് ഓട്ടോകളൊക്കെ. ഇപ്പൊ ഞങ്ങൾ പ്രയാസത്തിലാണ്. അടവടക്കാനൊന്നും കഴിയുന്നില്ല. അടവടയാൻ പറ്റുന്നില്ല. ഒരു മാസം എത്ര രൂപ അടയണം? ഒരു മാസം 6,300 രൂപ അടയണം. ഇപ്പൊ കഴിഞ്ഞ 10-20 ദിവസമായിട്ട് വലിയ ഓട്ടം ഇല്ല. ഇല്ല, വളരെ ദയനീയ അവസ്ഥയാണ്. ഇപ്പൊ നമുക്ക് ഡെയിലി ഒരു 300 രൂപ കാലത്തോട്ട് വൈകിട്ട് വരെ ഓടുന്നത്. ഓടുന്നുള്ളൂ. ഇപ്പൊ ടൂറിസ്റ്റുകൾ വയനാട്ടിലേക്ക് വരണം. ദിവസം ഒരു 1,000-1,200 രൂപ ഓടിയിരുന്നു. രാവിലത്തോട്ട് വൈകിട്ട് ഇത് സാധാരണക്കാരായ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ ആവശ്യമാണ്. 1,500 രൂപ വരെ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോ ഡ്രൈവർമാർ 200-300 രൂപയ്ക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അവർക്കത് CC പോലും അടയാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ ജീവിതം മുന്നോട്ട്? ജീവിതമൊക്കെ വളരെ പ്രയാസത്തിലാണ്. നമ്മൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതി കച്ചവടമൊക്കെ പൊതുവേ കുറഞ്ഞു അല്ലേ? വലിയ ആശങ്കയുണ്ട്. അപ്പൊ ഏകദേശം എത്ര വോളിയം കുറഞ്ഞിട്ടുണ്ടാവും? നമുക്കിപ്പോ ഒട്ടുമില്ലാതായി. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് പ്രസിഡന്റ് നമസ്കാരം. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ വൈത്തിരിയിലെ പ്രസിഡന്റാണ്. പേരെന്താ? വർഗീസ്. എന്താ കച്ചവടം? പലചരക്ക് കച്ചവടം. വലിയ സൂപ്പർ മാർക്കറ്റ് ആണോ? അല്ല, സാധാരണ പലചരക്കാണ് അല്ലേ? സുഖമല്ലേ? മൊത്തത്തിൽ സുഖമാണ്. പക്ഷെ ചെറിയ കച്ചവടത്തിന് ഇടിവ് സംഭവിച്ചു ആണല്ലേ? 80% നഷ്ടപ്പെട്ടു. കാർഷിക മേഖല നഷ്ടപ്പെട്ടു. അതോടൊപ്പം കൺസ്ട്രക്ഷൻ മേഖലയും നഷ്ടപ്പെട്ടു ആണല്ലേ? ഇപ്പൊ യാതൊന്നും നടക്കുന്നില്ല. ഇപ്പൊ ഇവിടുത്തെ ജനങ്ങൾക്ക് ആശ്വാസം കിട്ടിക്കൊണ്ടിരുന്നത് ടൂറിസം ഇതിലൂടെയാണ്. അത് നിന്നപ്പോൾ ഇവിടുത്തെ ടാക്സിക്കാര്, കൂലിപ്പണിക്കാര് എന്ന് വേണ്ട സർവ്വമാന ആളുകളും ബുദ്ധിമുട്ടിലാണ്. ഇതാണ് സാധാരണക്കാരായ ആളുകൾ അല്ലേ? ഇവിടെ മുമ്പൊക്കെ കൃഷി ഉണ്ടായിരുന്നു. ഇപ്പൊ ശരിക്കും വന്യമൃഗങ്ങളുടെ ശല്യം കാരണം കൃഷിയില്ല. 99% ഓഫ് ദ പീപ്പിൾസ് ആർ ഡിപെൻഡ്സ് ഓൺ ദാറ്റ്. നിങ്ങൾ പൊതുസമൂഹത്തോടും സർക്കാരിനോടും പറയുന്നത് എന്താണ്? രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിന് പുറത്തിലുള്ള ആൾക്കാരുണ്ട്. വയനാടിന്റെ ഡെവലപ്മെന്റ് വരണമെങ്കിൽ ടൂറിസം വികസിക്കണം. അതെ, അത് മാത്രമാണ് ഇപ്പോൾ ഒരു അത്താണിയായിട്ട് ഞങ്ങൾ കാണുന്നത്. മാത്രമല്ല, നിങ്ങൾ ഭയന്നിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പഞ്ചായത്തിലെ 2 വാർഡിൽ സംഭവിച്ചൊരു ദുരന്തമാണ്. ആ ദുരന്തത്തിന് വ്യാപ്തി കൂടുതലാണ് സ്വാഭാവികമായും. പക്ഷേ വയനാട് പൊതുവെ സുരക്ഷിതമാണ് അല്ലേ? അതിലെ മീഡിയ വല്ലാത്തൊരു സന്ദേശം കൊടുത്തു. കാരണം വയനാട് എന്ന് പറഞ്ഞാൽ അപകടമാണ് എന്നുള്ള രീതിയിൽ അത് വേൾഡ് വൈസ് അങ്ങനെ ഒരു പ്രചരണം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആ ഘട്ടത്തിൽ ഇപ്പോൾ ലോക ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവരേണ്ടതുണ്ടായിരുന്നു. കാര്യം നമുക്ക് അവിടുത്തെ പരിഗണന വേണം, അവിടെയുള്ള സഹായങ്ങൾ വേണം. അപ്പോൾ അതിന് ഇപ്പം ചൂരൽമലയെന്നോ മുണ്ടക്കയെന്നോ പറഞ്ഞാൽ ആളുകൾ അറിയില്ല. അതുകൊണ്ടാണ് തുടക്കത്തിൽ വയനാടെന്ന് ഉപയോഗിച്ചത്. പക്ഷേ അത് കുഴപ്പമായത് വയനാട്ടിലേക്കുള്ള ബുക്കിംഗ് മുഴുവനായിട്ട് നിലച്ചു. പുറത്തുനിന്ന് വിനോദസഞ്ചാരികൾ എത്തുന്നത് അല്ലേ? അതൊരു വലിയ സംഭവമായിട്ടുണ്ട്. ടാക്സി ഡ്രൈവറാണ്. ഇപ്പോൾ ഓട്ടം കുറഞ്ഞു. ഇപ്പോൾ ഒരു മാസക്കാലമായിട്ട് നമ്മളെ പ്രധാന ജീവിതോപാധി വൈത്തിരിനെ സംബന്ധിച്ച് ടൂറിസമാണ്. അതിപ്പോൾ ഒരു മാസക്കാലമായിട്ട് തീരെയില്ല. മാത്രമല്ല, ഇത് തിരിച്ചു വരാൻ കാര്യം പറയുന്നത് നമുക്ക് ബ്ലോക്ക് ഭയങ്കരമാണ്. അടുത്ത യാത്ര പുറപ്പെടാം. ഓക്കെ. അപ്പോൾ വൈത്തിരിയുടെ സന്ദേശം വയനാട് സുരക്ഷിതമാണ്, സുന്ദരമാണ്, തിരിച്ചു വരണം, നമ്മുടെ ജീവിതം. അതാണ് ഞങ്ങളുടെ ആവശ്യം. അല്ല സാർ, അതിലും പ്രധാനമായിട്ട് കാരണം വയനാട് എന്നൊരു ജില്ലയാണ്. ആ ജില്ലയിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വയനാട് ജില്ലയെ മൊത്തത്തിൽ ബാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുറം സമൂഹത്തെ, പുറം രാജ്യത്തെ, നമ്മളെ ഈ പ്രദേശം, ചെറിയ കൊച്ചു പ്രദേശത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളൊരു സന്ദേശം അത് നമ്മൾ ആവർത്തിച്ച് സംഭവിച്ചിട്ടില്ല എന്ന് അറിയണം. അപ്പോൾ വയനാട് സുരക്ഷിതമാണ്, സുന്ദരമാണ്. റിപ്പോർട്ടർ ചാനൽ എടുത്ത ഇനീഷ്യേറ്റീവ് ഞങ്ങൾ എല്ലാവരും ഉൾക്കൊള്ളുന്നു. അത് വളരെ നല്ല ഒരു ലൈവായി മാറ്റി. ഞങ്ങൾ ധൃതിപ്പെടുന്ന കാര്യം ബ്ലോക്കായി പോയി. ഒരു ശബ്ദം കേട്ടപ്പോൾ അരുൺ ഭായ്, താങ്ക് യു സോ മച്ച്. എന്താ പറഞ്ഞതെന്നറിയോ? വയനാട്ടിൽ ഭൂകമ്പം. വിദേശത്താണ് വിളി വന്ന ആദ്യം. അങ്ങനെ ഒരു ഭൈര്യയുടെ ആവശ്യമില്ല. ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ, അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകണം. ബ്ലോക്കായി. താങ്ക് യു. ഞങ്ങൾ ടാക്സി മേഖലയിൽ പ്രതികരിക്കുന്നത്. ഞങ്ങൾ 200 ചില്ലറ ഓട്ടോറിക്ഷ വൈത്തിരി ടൗണിൽ ഓടുന്നുണ്ട്. നമ്മുടെ ഈ ജീവനും നഷ്ടപ്പെട്ടു, വീടുകൾ നഷ്ടപ്പെട്ടു, സ്ഥലങ്ങളും നഷ്ടപ്പെട്ടു. ഇതാണ് മുണ്ടക്കയുടെ ബാക്കി പത്രം. ജീവിതം ബാക്കിയ ആളുകളുണ്ട്. ആ ജീവിതം ബാക്കിയ ആളുകളുടെ ജീവനോപാധി. അപ്പൊ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. റീബിൽഡ് വയനാട് എന്നുള്ളതാണ്.
വ്യക്തമാണ്. നമ്മൾ ആ ബ്ലോക്ക് ഉണ്ടാക്കുന്നില്ല. നമ്മൾ അതിവേഗം അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഇവരുടെ പ്രതികരണങ്ങൾ നമ്മൾ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പ്രേക്ഷകർ പറയുന്ന പോലെ വയനാട് മൊത്തത്തിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. വയനാട് ആകെ ഒരു പഞ്ചായത്തിലെ 2 വാർഡുകളിൽ മാത്രമാണ് ആ ബുദ്ധിമുട്ടുണ്ടായത്. പക്ഷേ പലപ്പോഴും വയനാട് ഭൂകമ്പം, വയനാട് ഉരുൾപൊട്ടൽ എന്ന് പറയുമ്പോൾ വയനാടിൻ്റെ ഒരു പ്രദേശത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന അല്ലെങ്കിൽ ഭീതി പരത്തുന്ന രീതിയിലുള്ള കാര്യമുണ്ടായി. അങ്ങനെ യാത്രക്കാർ എത്തുന്നത് കുറഞ്ഞു. ഇവരുടെ ജീവിതം ബുദ്ധിമുട്ടിലായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് തിരികെ പിടിക്കണം. വയനാട് സുരക്ഷിതമാണ്, വയനാട് സുന്ദരമാണ്, യാത്രക്കാർക്കൊക്കെ യാത്ര ചെയ്തു വരാം.